ആ നീയോ? നിന്നെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ. അതാണ്. അല്ല, എന്താ ഇപ്പൊ പെട്ടെന്ന് തന്നെ ആലോചിക്കാൻ? വെറുതെ. ആ, ഇതെന്റെ പഴയ ക്യാമറ അല്ലേ? അത് തന്നെ. അല്ല, നീ എന്തെന്ന് ഇവിടെ? നീ ഇപ്പൊ ഇവിടെ വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് നിന്റെ കൂടെയായിരുന്നു. നിന്റെ ഫേവറേറ്റ് പ്ലേസ് ഇൻ UAE എന്ന് പറഞ്ഞാൽ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് നീ എടുത്ത ഒരുപാട് ഫോട്ടോസ് ഇപ്പോഴും എൻ്റെ ലാപ്ടോപ്പിൽ കിടപ്പുണ്ട്. എടാ, ഇതാണ് UAE ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് UAE കംപ്ലീറ്റ് ഒറ്റ ഫ്രെയിമിൽ കാണാം. അതെങ്ങനെയാ? കൂടുതൽ നിനക്ക് പെമ്പിൾ വരുന്ന സ്ഥലമൊക്കെ അല്ലേ അറിയൂ? നീ വാ. ഇപ്പൊ നമ്മുടെ റൂമിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് വേറെ ആരെങ്കിലും വന്നാ? റൂമില് ഞാനും ബെന്നിയും, പിന്നെ രവിയേട്ടൻ ക്യാൻസൽ ചെയ്ത് പോയി. അതെപ്പോ? നീ പോയി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ മൂപ്പരും പോയി. മൂപ്പരിക്കും ആകെ മടുത്തു. ഫാമിലി ഒന്നും ഇല്ലാതെ ഇത് കുറേ കാലമായില്ലേ. ബെന്നിക്കും ദുബായ് വിടാനുള്ള ചെറിയ പ്ലാനുണ്ട്. വിസയൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ അവനും ഈ ഡിസംബറിൽ അവൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകും. അപ്പൊ നീ ഒറ്റക്കാവൂല്ലേ? ഞാനും ദുബായ് വിട്ടാലോ എന്ന് ആലോചിക്കുക. മടുത്തു ഇവിടെ. അതെന്ത് പറ്റിയടാ? നിന്റെ ജോബിന് വല്ല പ്രശ്നമുണ്ടോ? ജോബൊക്കെ കണക്കന്നെ. രാവിലെ ആകുന്നു, ജോലിക്ക് പോകുന്നു, പിന്നെ കമ്പനിയിലെ കുറേ പ്രശ്നം. വൈകിട്ട് തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു, വീണ്ടും നെക്സ്റ്റ് ഡേ സെയിം. എടാ, ജോബിന്റെ പ്രശ്നമാണെങ്കിൽ നീ പോകാൻ വരട്ടെ. നിനക്കറിയില്ലേ ഞാനിവിടെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന്? ഇവിടുത്തെ ആളുകൾ, അവരുടെ രീതികൾ, കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ആദ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടാവും. പിന്നെ അതൊക്കെ നീ അതിൻ്റെ സെൻസിലെടുക്കുക, അങ്ങ് വിടുക. അല്ലാതെ ഈ ചെറിയ കാര്യത്തിനൊക്കെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ആദ്യം നീ പോയി, പിന്നെ രവിയേട്ടൻ, ഉടനെ തന്നെ ബെന്നിയും പോവും. പിന്നെ നാട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഒറ്റയ്ക്കല്ലേ. നാട്ടിൽ പോയി വേറെ വല്ല ജോബ് നോക്കണം. അച്ഛനും അമ്മ എന്ത് പറയുന്നു? വിളിക്കാറില്ലേ നീ? സുഖമല്ലേ അവർക്ക്? ഓ, അപ്പം നിനക്ക് അവരൊക്കെ ഓർമ്മയുണ്ടല്ലേ? എനിക്കെല്ലാവരും ഓർമ്മയുണ്ട്. ആരും ഞാൻ മറന്നിട്ടില്ല. ഓർമ്മയുണ്ടായിരുന്നു പോലും. ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. സ്വന്തം കാര്യം നോക്കി പോയില്ലായിരുന്നു നീ. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. സ്വന്തം ചേട്ടനെ പോലെയല്ല, ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു ഞാൻ നിന്നെ കണ്ടത്. പക്ഷെ നീയോ, നമ്മുടെ അച്ഛനെയും അമ്മയും പറ്റി നീ ആലോചിച്ചോ? ദേ ആർ സ്റ്റിൽ നോട്ട് റിക്കവേർഡ് ഫ്രം ഇറ്റ്. നിന്നെ സ്നേഹിച്ച എല്ലാവരെയും നീ സങ്കടപ്പെടുത്തി. നീ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷകൾ തെറ്റുമ്പോഴാണ് നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന ആ പല തെറ്റുകളും നമുക്ക് തിരുത്താൻ പറ്റാതെ വരും. നിന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ എന്തിനാ ഇത്തിരി ഇമോഷണൽ ആവുന്നു? ഐ ഡു ഹാവ് ഇമോഷൻസ്. നിന്നെ പോലെയല്ല. നിന്നെ സ്നേഹിച്ച എല്ലാവരെയും നീ മണ്ടന്മാരാക്കി. നിന്നോടൊരു ആർഗ്യുമെന്റ് ഞാനില്ല. വെറുതെ ബഹളം വെച്ച ആളുകളെ കൊണ്ട് ചിരിപ്പിക്കേണ്ടത്. എടാ നീ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിന്റെ പ്രായം, അതിന്റെ പക്വതയില്ലായ്മ വേണ്ടാന്ന് തോന്നിയിരുന്നു. ബട്ട് ദർ ഇസ് നോ കം ബാക്ക്. അത് വിട്, അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ നീ എന്നോടെങ്കിലും ഒന്ന് പറ, എന്തായിരുന്നു എൻ്റെ പ്രശ്നം? എടാ നീ അത് വിട്, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. എനിക്ക് ആരോടൊരു പരാതിയില്ല, അത്ര തന്നെ. നീ ഇന്നും അവനെ കണ്ടു അല്ലേ? ബെന്നി, അവിടെ എടാ അവിടെ ഒന്നുമില്ലടാ, നീ വാ. ഇതൊരു പക്ഷേ ഒരു അനിയൻ്റെ തോന്നലുകളായിരിക്കാം. വർഷങ്ങൾക്ക് മുന്നേ ആ മലമുകളിൽ നിന്നും അവന് നഷ്ടമായത് അവൻ്റെ സ്വന്തം ചേട്ടനെയായിരുന്നു.
പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് മരണം എന്ന ലോകത്തേക്ക് എടുത്തു ചാടിയ ഒരുപാട് പേരുണ്ട്. വാസ്തവം എന്തെന്നറിയാത്ത ഒരുപാട് ആത്മഹത്യകൾ. പരിഹരിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷയും സർവശക്തൻ നിനക്ക് മുന്നിൽ വെക്കില്ല എന്ന് നീ അറിയുക. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ലീവ് ലോ.